പ്ലസ് ടു കൊമേഴ്സ് ഫാമിലി. അപ്പോൾ അതേ നിങ്ങൾ എല്ലാവരും ഓണം എക്സാമിൻ്റെ പ്രിപ്പറേഷൻസിലും കാര്യങ്ങളിലും ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അറിയണ പോലെ തന്നെ നമുക്ക് എക്കണോമിക്സിലും മൊത്തത്തിൽ നമ്മുടെ ഓണം എക്സാമിന് 3 ചാപ്റ്റേഴ്സ് ആണുള്ളത് അല്ലേ. 3 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ആകെ ടോട്ടൽ ഉള്ളത്. അതും എന്താണ് മൈക്രോ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് എക്സാമിനായിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിൽ നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പേ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ അത് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ചാപ്റ്ററിൻ്റെയും ഈ 2 ചാപ്റ്റേഴ്സിലെയും ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കുക. ആൻഡ് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം എന്താണ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക. ഓക്കെ, നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എന്താണ് 8 മാർക്സിനുള്ള ക്വസ്റ്റൻ എക്സ്പെക്ട് ചെയ്യാം, 4 മാർക്സിനുള്ള എക്സ്പെക്ട് ചെയ്യാം, 5 മാർക്സിനുള്ള എക്സ്പെക്ട് ചെയ്യാം, 1 മാർക്കിനുള്ള എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ പല മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. ഓക്കെ, നമുക്കറിയാം ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റർ എന്ന് പറയുമ്പോൾ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആണ്. പിന്നെ കൊടുക്കേണ്ടത് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിനാണ്. ആൻഡ് ലാസ്റ്റ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. പഠിക്കേണ്ടെന്നല്ല, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട രീതിയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിൽ നിങ്ങൾ നോക്കേണ്ട മെയിൻ ആയിട്ടുള്ളത് ടോപ്പിക്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് ഇത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്സും ഔട്ട്പുട്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, യെസ്. ആൻഡ് നെക്സ്റ്റ് വൺ നോക്കിയേ, ഷോർട്ട് റൺ വേഴ്സസ് ലോങ് റൺ. മിക്കപ്പോഴും എക്സാമിന് ഒന്നെങ്കിൽ 2 മാർക്സ് അല്ലെങ്കിൽ 3 മാർക്സ് നമ്മൾ കാണുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഷോർട്ട് റൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവിടെ അറ്റ്ലീസ്റ്റ് 1 ഫാക്ടർ വിൽ ബി ഫിക്സഡ് അല്ലേ. ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ബാക്കി ഇൻപുട്സ് ആയിരിക്കും എന്താണ് വേരിയബിൾ ആയിട്ടുള്ളത്. ലോങ് റണ്ണിൻ്റെ കേസിലോ എല്ലാ ഇൻപുട്സും വേരിയബിൾ ആയിരിക്കും. നമുക്ക് എന്താണ് എല്ലാം നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. പക്ഷേ ഷോർട്ട് റണ്ണിൻ്റെ കേസിൽ അങ്ങനെയാണോ? അല്ല, ഒരെണ്ണം എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. നമുക്ക് ഇഷ്ടാനുസരണം അത് മാറ്റാനായിട്ട് സാധിക്കത്തില്ല. മിക്കപ്പോഴും ക്യാപിറ്റൽ ആയിരിക്കും ഷോർട്ട് റണ്ണിൽ ഫിക്സഡ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ആണ് എന്ത് TP, AP ആൻഡ് MP റിലേഷൻഷിപ്പ്. TPയും APയും MPയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ TPയും MPയുടെ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കിയേ, TP ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. ഓക്കെ, TP എന്താണ് ഇൻക്രീസ് ചെയ്യുമ്പം അതിനനുസരിച്ച് ആരും ഇൻക്രീസ് ആവും, MPയും ഇൻക്രീസ് ആവും. ഓക്കെ, ഇനി അതേസമയം എന്താ TP ഇൻക്രീസസ് അറ്റ് ആൻ ഡിക്രീസിങ് റേറ്റ്. TP ഇൻക്രീസ് ആവുന്നുണ്ട്, പക്ഷേ എന്താണ് പയ്യെ കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക, MPയും കുറയും, അതിനനുസരിച്ച് കുറയും. പക്ഷേ എന്താണ് പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്, 0 ആവത്തില്ല. ഓക്കെ, യെസ്. ആൻഡ് നോക്കിയേ, TP മാക്സിമത്തിലെത്തി. ഇനി എന്താണ് TPക്ക് കൂടാൻ ഒരു രക്ഷയില്ല. അപ്പോൾ എന്താ സംഭവിക്കുക, MP അപ്പോൾ 0 ആവും. ഓക്കെ, MP അപ്പോൾ എന്താവും 0 ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് നോക്കിയേ, വെൻ TP ഡിക്രീസസ്, TP കുറഞ്ഞു വരികയാണ്, എന്താണ് മാക്സിമത്തിലെത്തി, പിന്നെ എന്താണ് താഴത്തേക്ക് പോവാണ്. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ MP നെഗറ്റീവ് ആവും. ഓക്കെ, സിമ്പിൾ സാധനമല്ലേ. എന്ന് നോക്കിയേ, ഇതാണ് നമ്മുടെ TP. ഓക്കെ, MP എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അതാണ് വന്നിരിക്കുന്നത്. നോക്കിയേ, TP കൂടുമ്പോൾ എന്താണ് കൂടെ ആരും കൂടും, TP കൂടുമ്പോൾ കൂടെ MPയും കൂടും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് TP എന്താണ് കൂടുന്നുണ്ട്, പക്ഷെ എന്താണ് ഒരു ഡിക്രീസിങ് റേറ്റ് ആണ് കൂടുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക, MP പയ്യെ കുറഞ്ഞു വരും. ഓക്കെ, ആൻഡ് TP ഏറ്റവും മാക്സിമത്തിലെത്തി. TP മാക്സിമത്തിലെത്തുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ TP ഏറ്റവും മാക്സിമത്തിലെത്തുമ്പോൾ നമ്മുടെ MP എന്താണ് 0 ആവും. ആൻഡ് TP കുറഞ്ഞു വരുമ്പോൾ താഴത്തേക്ക് കുറഞ്ഞു വരുമ്പോൾ എന്താ സംഭവിക്കുക, MP നെഗറ്റീവായി. ഓക്കെ, സിമ്പിൾ സാധനമാണ്, പഠിക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ നോക്കിയാൽ TPയും MPയും തമ്മിലുള്ള കണ്ടു. ഇനി നമുക്ക് എന്താണ് APയും അതേപോലെ MPയും തമ്മിലുണ്ട്. ഓക്കെ, അതും ഇതുപോലെ തന്നെ എന്താണ് AP ഇൻക്രീസ് ആകുമ്പോൾ എന്താ സംഭവിക്കുക, AP കൂടി വരികയാണ്. അപ്പോൾ എന്താണ് MP ആയിരിക്കും APനേക്കാളും കൂടി നിൽക്കുന്നത്. ഓക്കെ, MP ആയിരിക്കും APനേക്കാളും കൂടി നിൽക്കുന്നത്. ആൻഡ് എന്താണ് നമ്മുടെ AP മാക്സിമത്തിലെത്തി. ഇനി APക്ക് കൂടാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ ആ സമയത്ത് എന്താണ് APയും MP എന്താണ് AP ആൻഡ് MP എന്ന് പറയുന്നത് AP ആൻഡ് MP ഈക്വൽ ആയിരിക്കും. ഓക്കെ, ആൻഡ് നോക്കി AP കുറഞ്ഞു വരുമ്പോൾ എന്താ സംഭവിക്കുക, MP ആണ് APനേക്കാളും കുറഞ്ഞു നിൽക്കുന്നത്. ഓക്കെ, അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, നോക്കി ഇതാണ് നമ്മുടെ AP, ഇതാണ് നമ്മുടെ MP. നോക്കിയേ, MP ഇൻക്രീസ് ആവുകയാണ്, പക്ഷെ അതിനേക്കാളും കൂടിയാണ് ആര് നിൽക്കുന്നത്, നമ്മുടെ MP നിൽക്കുന്നത്. APനേക്കാളും കൂടിയാണ് MP നിൽക്കുന്നത്. ഇനി AP മാക്സിമത്തിലെത്തുമ്പോൾ എന്താ സംഭവിക്കുക, AP MP എന്താണ് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് AP ഡിക്രീസ് ആവണം. AP ഡിക്രീസ് ആയി തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുക, MP APനേക്കാളും കുറഞ്ഞായിരിക്കും നിൽക്കുന്നത്.
ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. ഗ്രാഫും പഠിച്ചു വെക്കുക. ചിലപ്പോൾ എക്സാമിന് നിങ്ങളോട് ഗ്രാഫ് വരച്ചിട്ട് 2 റിലേഷൻഷിപ്പ് എഴുതാനായിരിക്കും പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക. ഓക്കെ, യെസ്. ആൻഡ് നെക്സ്റ്റ് വൺ നോക്കിയേ, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ്. 8 മാർക്സിന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് ചോദിക്കുമ്പോൾ എന്താണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് എഴുതുക. ഓക്കെ, ആൻഡ് അതെന്താണ്, നമ്മുടെ AP-യും MP-യും DP ഒക്കെ എന്താണ് ഒരു 3 സ്റ്റേജസിലൂടെ പോകുന്നുണ്ട്. ആ സ്റ്റേജസിൻ്റെ കാര്യങ്ങൾ എഴുതുക. ഓക്കെ, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റിൻ്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. അതായത് ഒന്നുമില്ല, നമ്മുടെ മാർജിനൽ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, മാർജിനൽ പ്രൊഡക്റ്റ് ആദ്യം കൂടിയാണ് വരുന്നത്. ഓക്കെ, ആദ്യം കൂടി വന്ന് ഒരു സർട്ടൺ പോയിന്റ് എത്തുമ്പോൾ, ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ എന്താ സംഭവിക്കുക, അത് അവിടെ അങ്ങ് നിൽക്കും. ഓക്കെ, പിന്നെ എന്താ സംഭവിക്കുക, അത് പയ്യെ കുറഞ്ഞു വരും. ഇതെന്താ, ഡിക്ലൈൻ ആയി വരും. ഓക്കെ, ഈ ഫിനോമിനനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, നമ്മൾ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ റിട്ടേൺസ് ടു എ ഫാക്ടർ എന്നും കൂടി നമ്മൾ വിളിക്കുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പോൾ ഇവ മൂന്നും എന്താണ് ഒരു 3 സ്റ്റേജസിലൂടെ പോകുന്നുള്ളതാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നോക്കിയേ, സ്റ്റേജ് 1, 2 and 3. ഓക്കെ, അത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു എ ഫാക്ടർ ഉണ്ട്, ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു ഫാക്ടർ എന്നാണ് സെക്കൻഡ് സ്റ്റേജിൻ്റെ പേര്. ആൻഡ് തേർഡ് സ്റ്റേജിൻ്റെ പേരാണ് നെഗറ്റീവ് റിട്ടേൺസ് ടു എ ഫാക്ടർ. ഓക്കെ, ഇൻക്രീസിംഗ് ഉണ്ട്, ഡിമിനിഷിംഗ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻക്രീസിംഗിൽ എന്താ സംഭവിക്കുന്നത് നോക്കിയേ, TP കൂടുകയാണ്, ഇൻക്രീസിംഗ് റേറ്റിൽ കൂടുകയാണ്. ഓക്കെ, TP AP MB തമ്മിലുള്ള സംഭവമാണ് നോക്കുന്നത്. ഓക്കെ, ആൻഡ് AP എന്താണ്, കൂടുകയാണ്. ഓക്കെ, ആൻഡ് MBയുടെ കേസ് എടുത്ത് നോക്കിയാലോ, MB കൂടുകയാണ്, എന്താണ്, MB ഏറ്റവും മാക്സിമത്തിലെത്തി, ഇനി MB കൂടാനായിട്ട് ഒന്നുമില്ല. ഓക്കെ, ഇനി ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു ഫാക്ടർ സെക്കൻഡ് സ്റ്റേജ് എത്തുമ്പോൾ എന്താണ്, TP കൂടുകയാണ്, പക്ഷെ എന്താണ്, ഒരു ഡിമിനിഷിംഗ് റേറ്റിലാണ് കൂടുന്നത്. ഓക്കെ, AP പയ്യെ എന്താണ്, താഴത്തേക്ക് വരാൻ തുടങ്ങി. ഓക്കെ, നമ്മുടെ MB എന്താണ്, നേരത്തെ മാക്സിമത്തിൽ എത്തിയിരുന്നു, ഇനി MB എന്താണ്, താഴത്തേക്ക് പോകണം, താഴെ എന്താണ്, ഡിക്ലൈൻ ആയി പോവുകയാണ്. ആൻഡ് എന്താണ്, 0 ആയി മാറുന്നു ആര്, MB. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വേണം എന്ത്, നെഗറ്റീവ് റിട്ടേൺസ് ടു എ ഫാക്ടർ. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ TP താഴത്തേക്ക് പോയി. ഓക്കെ, AP-യും താഴത്തേക്കാണ് പോകുന്നത്, പക്ഷെ എന്താണ്, AP ഒരിക്കലും 0 ആകത്തില്ല, ഡിക്ലൈൻ ആവുന്നതേ ഉള്ളൂ, 0 ആകത്തില്ല. നമ്മുടെ MBക്ക് എന്താ സംഭവിച്ചത്, MB നെഗറ്റീവായി. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇത്ര എഴുതി വെച്ച് ഈ ഗ്രാഫ് കൂടെ വരച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 8 മാർക്സ് കിട്ടി. ഓക്കെ, അതാണ് നമ്മുടെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ്. ഓക്കെ, ഇനി മറ്റൊരു സംഭവമാണ് എന്ത്, 3 സ്റ്റേജസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. നമ്മുടെ റിട്ടേൺസ് ടു സ്കെയിലിനൊരു 3 സ്റ്റേജസ് ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന്. ഒന്നെങ്കിൽ 5 മാർക്സ് അല്ലെങ്കിൽ എന്താണ് 4 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് റിട്ടേൺസ് ടു സ്കെയിലിൻ്റെ 3 സ്റ്റേജസ് എന്ന് പറയുന്നത്, നമുക്ക് 3 സ്റ്റേജസ് ആണുള്ളത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ഉണ്ട്, കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ ഉണ്ട്, ആൻഡ് നമുക്കുള്ളതാണ് ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. എന്താണ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു 10% ഇൻപുട്ട് കൂടുതൽ കൊടുത്തു, അപ്പോൾ നമുക്ക് എന്താണ് 20% ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, നമ്മൾ കൊടുത്ത ഇൻപുട്ടിലും കൂടുതൽ ഔട്ട്പുട്ട് നമുക്ക് അവിടെ കിട്ടി. അതാണ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇനി കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ 10% ഇൻപുട്ട് കൊടുത്തു, നമുക്ക് 10% തന്നെ ഔട്ട്പുട്ടാണ് കിട്ടിയത്, സെയിം ആണ് കിട്ടുന്നത്, സിമിലർ ആണ്, കോൺസ്റ്റൻ്റ് ആണ്, കൂടുതലും അല്ല കുറവും അല്ല, സെയിം ആണ്. ഓക്കെ, ഇനി ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ 10% ഇൻപുട്ട് കൊടുത്തു, പക്ഷെ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടിയത് വെറും 5% മാത്രമാണ്. ഓക്കെ, അതാണ് ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. ഓക്കെ, ഇത് ഇത്ര ബ്രീഫായിട്ട് പറഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ലൈവിലും കാര്യങ്ങളൊക്കെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓക്കെ, ആൻഡ് അടുത്തതാണ് എന്ത്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ABC ആൻഡ് SMC, പിന്നുള്ളതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ SAC ആൻഡ് ABC. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മുടെ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും അതേപോലെ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും അതേപോലെ എന്താണ് നമ്മുടെ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും അതേപോലെ എന്താണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസിയേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ആദ്യം നോക്കിയേ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ABC ആൻഡ് SMC. നോക്കിയേ, ആദ്യം എന്താണ് ABC ആൻഡ് SMC ആർ ഇനീഷ്യലി ഫോളിങ് ആൻഡ് ലേറ്റർ റൈസിങ്. എന്താണ്, ആദ്യം അവർ വീണു, പിന്നെ എന്താണ്, പിന്നെ ഉയർന്നു വരുവാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ആദ്യം നമ്മുടെ എന്താ സംഭവിച്ചത്, ABC വീണപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ SMC ആയിരിക്കും ABCനേക്കാളും കൂടുതലായിട്ട് നിൽക്കുന്നത്. ഓക്കെ, SMC എന്താണ് ABCനേക്കാളും കുറഞ്ഞായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, ഇനി ABC പയ്യെ എന്താ വീണെടുത്തുനിന്ന് എണീറ്റ് ഇങ്ങനെ വരികയാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ SMC ആണ് ABCനേക്കാളും കൂടുതലായിട്ട് നിൽക്കുന്നത്. ഓക്കെ, ആൻഡ് നമ്മുടെ MC എന്താണ്, നമ്മുടെ SMC ഒരു പോയിന്റ് എത്തുമ്പോൾ ABCനെ അങ്ങ് വെട്ടുകയാണ്. ഓക്കെ, SMC എന്ന് പറയുമ്പോൾ എന്താണ്, SMC ഈക്വൽ ടു ABC അറ്റ് മിനിമം പോയിന്റ് ഓഫ് ABC എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് SACയും ABCയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, SACയും ABCയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന AFC ആണ്. ദാറ്റ് ഈസ് SAC മൈനസ് ABC ഈക്വൽ ടു AFC. അതല്ലേ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് അല്ലേ. നമുക്കറിയാം ആവറേജ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കറിയാം ആവറേജ് ഫിക്സഡ് കോസ്റ്റും ആവറേജ് വേരിയബിൾ കോസ്റ്റൂടെ കൂട്ടുന്നതാണ് നമ്മുടെ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്
അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് SACയും ABCയും തമ്മിലുള്ള ഡിഫറൻസ്, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും അതേപോലെ ആവറേജ് വേരിയബിൾ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് ഫിക്സഡ് കോസ്റ്റ് അല്ലേ? അതാണ് ഫസ്റ്റ് പറഞ്ഞേക്കുന്നത്. എന്ന് നോക്കി, ദ ഡിഫറൻസ് ബിറ്റ്വീൻ SAC ആൻഡ് ABC ഡിക്രീസസ് ആസ് ദി ഔട്ട്പുട്ട് ഇൻക്രീസസ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് കുറയും എപ്പോഴാണ്? ഔട്ട്പുട്ട് കൂടി വരുമ്പോൾ സമയത്ത്. ഓക്കെ, ആൻഡ് എന്താണ്? ABC റീച്ചസ് ഇറ്റ്സ് മിനിമം പോയിന്റ് ബിഫോർ SAC. ഓക്കെ, SAC മിനിമം പോയിന്റ് എത്തുന്നതിന് മുമ്പേ ആരെത്തും? ABC മിനിമം പോയിന്റ് എത്തുന്നതായിരിക്കും. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. മിനിമം പോയിന്റ് ഓഫ് ABC ഈസ് ഓൺ ദി ലെഫ്റ്റ് സൈഡ് ഓഫ് ദി മിനിമം പോയിന്റ് ഓഫ് SAC എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഉള്ള സംഭവമാണ് എന്ത്? നമ്മുടെ കോസ്റ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, 8 മാർക്സിന് essay ക്വസ്റ്റ്യനായിട്ട് പ്രോബ്ലംസ് വരുന്നതായിരിക്കും. ഇത് നിങ്ങൾ പ്രോബ്ലംസ് തന്നെ പഠിക്കണം. നമുക്ക് എന്താണ്? ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാം, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ്, അതേപോലെ എന്താണ് നമ്മുടെ ആവറേജ് മാർജിനൽ കോസ്റ്റ്, ഇങ്ങനെ കുറേ സംഭവങ്ങൾ തരാം. ഒരു ടേബിളിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ തരും. ആദ്യം ഔട്ട്പുട്ടും തരും, ചിലപ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും തരിക, അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ആയിരിക്കും തരിക. അതിൽ നിന്ന് നമ്മൾ ബാക്കി എല്ലാം കണ്ടുപിടിക്കണം. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് സിമ്പിളാണ്, നിങ്ങൾ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആൻഡ് മെയിനായിട്ട് നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത സംഭവമാണ് നമ്മുടെ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ പ്രൊഡക്റ്റും അതേപോലെ കോസ്റ്റ് ഷെഡ്യൂൾ. ഓക്കെ, ഇത് യാതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്ത് 8 മാർക്സിന് എന്തായാലും ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇതുപോലെ തന്നെ മിസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെയും സെക്കൻഡ് ചാപ്റ്ററിൻ്റെയും വീഡിയോ ഇതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ കിടപ്പുണ്ട്. അതൊന്ന് പോയി നിങ്ങൾ കാണുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. ബൈ.